ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും വോട്ട് കണക്ക് വച്ചിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾ ഇപ്പോൾ ഭരിച്ചു കളയും എന്ന് അവകാശവാദം ഉന്നയിച്ച് സ്വപ്നം കണ്ടു നടന്ന BJPയെ 2015-ലും 2020-ലും ചെറുത്തു നിൽക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് ഈ കോർപ്പറേഷൻ്റെ ഭാഗമായുള്ള കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലെ 22 വാർഡുകളായിരുന്നു. 2 തവണയും BJPയെ ചെറുത്ത് LDFിൻ്റെ സുരക്ഷിതമായ ഇടം എന്ന് ഈ തലസ്ഥാനത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴക്കൂട്ടത്തെ വോട്ടർമാർക്ക് സാധിച്ചു. ഇക്കുറി 22 എന്നുള്ളത് 28 വാർഡുകളായി ഉയർന്നിരിക്കുകയാണ് കഴക്കൂട്ടത്ത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ കഴക്കൂട്ടത്ത് ഇടതുപക്ഷത്തെ വെല്ലുന്ന ഒരു പ്രകടനം കാഴ്ചവയ്ക്കാതെ ഒരു കാരണവശാലും തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഭരണം സ്വപ്നം കാണാനേ കഴിയില്ല. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാർഡുകളിലും നേമം നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാർഡുകളിലും തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നഗരത്തിലെ വാർഡുകളിലും BJP അവരുടെ ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തി നിൽക്കുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി ചിലത് അവർക്ക് ജയിക്കാനായി, ചിലത് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ മറ്റു ചിലത് തിരിച്ചു പിടിച്ചു. അങ്ങനെ അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സാച്ചുറേഷൻ അവസ്ഥ എന്ന് പറയുന്നത് ഇനി അതിനപ്പുറത്തേക്ക് BJPക്ക് നേടാനില്ല. അതിൻ്റെ ഒരു പരിപൂർണതയിൽ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് കഴിഞ്ഞ തവണ ഈ 35-നപ്പുറത്തേക്ക് 2015-ൽ നേടിയ 35-നപ്പുറത്തേക്ക് കടക്കാൻ കഴിയാത്തത്. കാരണം കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാർഡുകളിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാതെ അതിന് കഴിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴക്കൂട്ടത്തും BJPക്ക് ഇക്കുറിയും ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് കരുതാവുന്ന സാഹചര്യമില്ല തന്നെ. കഴക്കൂട്ടത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് 1485 വോട്ടിൻ്റെ ലീഡ് നൽകിയ ഇടമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പായപ്പോൾ അത് 10812 വോട്ടിൻ്റെ ലീഡ് രാജീവ് ചന്ദ്രശേഖറിന് നൽകി. ഇതൊക്കെയാണ് BJPയുടെ പ്രതീക്ഷകളുടെ അടിസ്ഥാനം. ഈ 2 തെരഞ്ഞെടുപ്പുകളിലും 3-ാം സ്ഥാനത്തായി പോയതാണ് LDF. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 23,000 വോട്ടിന് കടകംപള്ളി സുരേന്ദ്രൻ ജയിച്ചു. BJP 2ാമത് വന്നു, കോൺഗ്രസ് 3ാമതായി. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ സ്വഭാവത്തിൽ വോട്ട് ചെയ്യുന്ന കഴക്കൂട്ടത്തെ ജനത ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവരുടെ കൃത്യമായ രാഷ്ട്രീയ ചായ്വ് ഇടതിനോടാണ് എന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായി തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 2015-ൽ BJPക്കും കോൺഗ്രസിനും ഒരു ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചുവെങ്കിൽ പോലും അന്ന് 11 സീറ്റുകളുമായി ആ 22-ൽ മുന്നിൽ നിൽക്കാൻ സാധിച്ചത്. കോൺഗ്രസിന് ആ 2015-ലെ തെരഞ്ഞെടുപ്പിൽ 6 സീറ്റുകൾ കിട്ടി. കോൺഗ്രസ് ഇപ്പോഴും ശക്തമായ വേരോട്ടം പലയിടങ്ങളിലും പ്രകടിപ്പിക്കുന്നത് ഈ കഴക്കൂട്ടം മണ്ഡലത്തിലാണ്. കഴിഞ്ഞ തവണ ദയനീയമായി തോറ്റടിഞ്ഞപ്പോഴും 3 സീറ്റുകൾ കഴക്കൂട്ടം മണ്ഡലത്തിലെ വാർഡുകളിൽ നിലനിർത്താൻ കോൺഗ്രസിന് സാധിച്ചു. BJPക്ക് 5 എണ്ണം കിട്ടി, 14 എണ്ണം LDFിന് കിട്ടി. അതിന് തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 11 ആയിരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പായപ്പോൾ, അതായത് BJP ഞങ്ങളിപ്പോൾ ഭരിച്ചു കളയും എന്ന അവകാശവാദം ഉന്നയിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 14 സീറ്റാക്കി ഉയർത്താൻ സാധിച്ചു LDFിന്. BJPയിൽ നിന്ന് ചില സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തു. BJPക്ക് അതിന് മുമ്പത്തെ 2015-ലെ തെരഞ്ഞെടുപ്പിൽ നേടിയ 2 സീറ്റുകൾ മാത്രമാണ് നിലനിർത്താൻ സാധിച്ചത്. 1 സീറ്റിൻ്റെ വർധന മാത്രമാണ് BJPക്ക് 2020-ലെ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടാക്കാനായത്. അതേസമയം കോൺഗ്രസിന് 6 എന്നുള്ളത് 3 കുറഞ്ഞു. ഒരു സ്വതന്ത്രൻ ജയിച്ചിരുന്ന ഇടത്ത് CPMൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നു. അങ്ങനെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം 11 എന്നുള്ളത് 14 മാറുന്നു. BJP ഇത്രയും കൊണ്ടുപിടിച്ച പ്രചാരണം നടത്തിയിട്ടും അവരുടെ 4 എന്നുള്ളത് 5 മാത്രം മാറുന്നു. കോൺഗ്രസിന് വീഴ്ചയുണ്ടാകുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് ശക്തമായ സാന്നിധ്യമായി ഈ കഴക്കൂട്ടം മണ്ഡലത്തിലെ പലയിടങ്ങളിലും പല വാർഡുകളിലും ഉണ്ട് എന്നുള്ളത് BJPയുടെ മുന്നോട്ട് പോക്കിന് തടസ്സമാണ്. പലയിടങ്ങളിലും 2ാം സ്ഥാനത്തെത്തിയത്, ജയിക്കാത്ത ഇടങ്ങളിൽ പലയിടത്തും 2ാം സ്ഥാനത്തെത്തിയത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളാണ്, UDFിൻ്റെ സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ BJPക്ക് അങ്ങനെ ഒരു വലിയ കുതിപ്പ് സാധ്യമാക്കാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ കഴിയാതിരിക്കുന്നിടത്തോളം കാലം ഇവർ എത്ര സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. കാരണം വട്ടിയൂർക്കാവിൽ BJP കഴിഞ്ഞ തവണ നേടിയതാണ് അവരുടെ മാക്സിമം. ചിലപ്പോൾ ഇപ്പോഴുള്ള ഒരു സീറ്റ് പോയാൽ അതിൻ്റെ അപ്പുറത്തുള്ള വേറൊരു സീറ്റ് ചിലപ്പോൾ പിടിക്കുമായിരിക്കും. അതിനെ മാച്ച് ചെയ്ത് പോവുകയുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിപ്പോകും. അതിനപ്പുറത്ത് വലിയ മഹാത്ഭുതമൊന്നും വട്ടിയൂർക്കാവിൽ സംഭവിക്കാനില്ല. നേമത്തും സംഭവിക്കാനില്ല. നേമത്ത് BJPയുടെ ചില സിറ്റിംഗ് സീറ്റുകൾ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിലും മികവ് കൊണ്ട് കോൺഗ്രസും സ്ഥാനാർത്ഥി നിർണയത്തിൽ നല്ല രീതി സ്വീകരിച്ചത് കൊണ്ട് BJPക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത പോലുമുണ്ട്.
LDF-നും UDF-നും ഒക്കെ അവരുടെ സിറ്റിംഗ് സീറ്റുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഓരോ വാർഡുകളും എടുത്ത് സൂചിപ്പിക്കുന്നില്ല എങ്കിൽ പോലും. അപ്പോൾ അത്തരത്തിൽ ആ സിറ്റിംഗ് സീറ്റുകളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒരു മാറ്റം സംഭവിക്കാം എന്നുള്ളതല്ലാതെ നേമത്തും വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തുമെന്നും ഒരു അത്യത്ഭുതത്തിന് ഇനി സാധ്യതയില്ല. പക്ഷേ എന്തെങ്കിലും BJPക്ക് നേട്ടമുണ്ടാകണമെങ്കിൽ അത് കഴക്കൂട്ടത്ത് വേണം. പക്ഷേ കഴക്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ ചിത്രം വച്ചിട്ട് അത്തരത്തിൽ UDF കൂടി അതിശക്തമായ സാന്നിധ്യമായി നിൽക്കുന്ന ഇടത്തോളം LDF-ൻ്റെ ആ മുൻതൂക്കത്തെ കഴക്കൂട്ടത്ത് തകർത്തെറിയാൻ തൽക്കാലം BJPക്ക് കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ചിത്രം നൽകുന്ന സൂചന. BJPയുടെ ചില സിറ്റിംഗ് വാർഡുകളിൽ കൂടി അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത കഴക്കൂട്ടത്തുണ്ട്. ആകെ 5 എണ്ണമാണുള്ളത്, അതിൽ ചിലത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതകൾ കണക്കിലെടുക്കുമ്പോൾ BJPക്ക് അവിടെ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഈ 6 വാർഡുകൾ അധികം വന്നു എങ്കിൽ പോലും BJPക്ക് അവിടെ ഒരു ഗണ്യമായ മുന്നേറ്റം ഈ 28-ൽ ചുരുങ്ങിയത് ഒരു 15 എണ്ണമെങ്കിലും പിടിക്കാതെ BJPയെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാന ഭരണമെന്നത് സ്വപ്നം കാണാനേ കഴിയില്ല. അതിനുള്ള സാധ്യത എന്തായാലും ഇല്ല. ഒരു 15 സീറ്റൊന്നും BJPക്ക് പിടിക്കാനുള്ള സാധ്യതയില്ല. ഒരുപക്ഷെ കോൺഗ്രസ് അവിടെ ശക്തമായി നിൽക്കുന്ന പല വാർഡുകളിലും BJP 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകാനുള്ള സാധ്യത പോലുമുണ്ട്. അപ്പോൾ LDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊളിറ്റിക്കൽ വോട്ടുകൾ കൃത്യമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിനിയോഗിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലെ വാർഡുകളിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്ലസ് പോയിന്റ്. അപ്പോൾ അത്തരത്തിൽ ആ പ്ലസ് പോയിന്റിനെ ഉപയോഗപ്പെടുത്താൻ മേയർ സ്ഥാനാർത്ഥികളായി പരിഗണിക്കാൻ സാധ്യതയുള്ള ആളുകൾ SP ദീപക്കും ശ്രീകുമാറും അടക്കമുള്ള ആളുകൾ മത്സരിക്കുന്നത് ഈ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം LDF-നെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നതാണ്. അവിടെയുള്ള വാർഡുകളിൽ പരമാവധി ജയിക്കുക, അതുതന്നെയാണ് കഴിഞ്ഞ 2 തവണത്തേതും പോലെ LDF ഈ നഗരത്തിൽ ഭരണം തുടരാമെന്ന് സ്വപ്നം കാണുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണവും BJPയുടെ പ്രതീക്ഷകൾ ഒരു കാരണവശാലും നടക്കില്ല എന്ന് എതിർപക്ഷം വിശ്വസിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണവും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ DGP R ശ്രീലേഖയ്ക്ക് അവരുടെ പ്രചരണ ബോർഡുകളിലും ചുവരെഴുത്തുകളിലുമെല്ലാം ഉണ്ടായിരുന്ന ആ IPS വാല് ഒരപകടമായി മാറുമെന്ന് അവിടുത്തെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയൊക്കെ നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ IPS വാല് മാറ്റണമെന്നുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നതിനും ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. ശാസ്തമംഗലത്ത് BJP പ്രവർത്തകർക്ക് ആ മേഖലയിലുള്ള മുഴുവൻ കരിയോയിലും മേടിക്കേണ്ടി വന്നു. അപ്പോൾ ഈ കരിയോയിലിൻ്റെ ചെലവ് നേരത്തെ തന്നെ കുറയ്ക്കാമായിരുന്നു. ഇനിയിപ്പോൾ മുഴുവൻ ബോർഡുകളും അടിക്കണം, മുഴുവൻ പോസ്റ്ററുകളും മാറ്റി അടിക്കണം. കരിയോയിൽ തൽക്കാലം അടിക്കാനല്ലേ പറ്റൂ, അങ്ങനെ സ്ഥിരമായി കരിയോയിൽ അടിച്ചിടാൻ പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ പൂർണ്ണമായും പുതിയ ബോർഡുകൾ സ്ഥാപിക്കണം, പുതിയ പോസ്റ്ററുകൾ അടിക്കണം.